Hello, my dear students. Welcome to Nova Aspire Academy. 10th സ്റ്റാൻഡേർഡ് CBSE സയൻസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ. 100% ഷുവർ ക്വസ്റ്റ്യൻ. ഇന്ന് നമുക്ക് അത് പഠിക്കാം. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ എന്ന് പറയും. റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ എന്ന് പറയും. റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് റിഡക്ഷൻ. റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ സിങ്ക് ഓക്സൈഡ് ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതായത് ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ ZnO പ്ലസ് സി ഗീവ്സ് Zn പ്ലസ് Cu. അതായത് സിങ്ക് ഓക്സൈഡ് റിയാക്ടിങ് വിത്ത് കാർബൺ ടു ഫോം സിങ്ക് ആൻഡ് കാർബൺ മോണോക്സൈഡ്. സോ ഹിയർ ZnO നോക്കിക്കഴിഞ്ഞാൽ ZnOയിൽ റിയാക്ടന്റ് പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ആരോന്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന പാർട്ട് റിയാക്ടൻസ് ആണ്. ഈ ആരോന്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന പാർട്സ് പ്രൊഡക്ട്സ് ആണ്. ZnO എന്ന് പറയുന്ന റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. എന്നാൽ തിരിച്ചു നോക്കുമ്പോൾ ഇവിടെ വെച്ച് Zn മാത്രമേ ഉള്ളൂ. ഓക്സിജൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ZnOന് റിഡക്ഷൻ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം. അതായത് ZnOയിൽ ഉണ്ടായിരുന്ന ഓക്സിജൻ റിമൂവ് ചെയ്തു. സോ റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ. എന്നാൽ കാർബണിന് എന്ത് സംഭവിച്ചു? ഇവിടെ കാർബൺ നോക്കുകയാണെങ്കിൽ കാർബൺ ഒറ്റയ്ക്കാണ് റിയാക്ടന്റ് സൈഡിൽ നിന്നിരുന്നത്. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ എത്തുമ്പോൾ കാർബൺ മോണോക്സൈഡായി മാറിയിട്ടുണ്ട്. അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് കാർബണിന് സംഭവിച്ചത്. അഡീഷൻ ഓഫ് ഓക്സിജൻ. ഈ അഡീഷൻ ഓഫ് ഓക്സിജനെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ. ഈ രണ്ട് ടേം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം വരുന്നത് ഈ ഒരു റിയാക്ഷൻ തരും. അതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്സിഡൈസിങ് ഏജന്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജന്റ് ഏതാണ്? വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്താൻ സാധിക്കും. അതായത് റിഡക്ഷൻ നടന്നത് ആർക്കാണോ അയാളെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കും. ഇവിടെ റിഡക്ഷൻ നടന്നത് ആർക്കാണ്? ZnOക്കാണ് റിഡക്ഷൻ നടന്നത്. സിങ്ക് ഓക്സൈഡിനാണ് റിഡക്ഷൻ നടന്നത്. ആ സിങ്ക് ഓക്സൈഡിനെ നമുക്ക് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കാം. അതേപോലെ റെഡ്യൂസിങ് ഏജന്റ് ഏതാണെന്ന് ചോദിക്കും. റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം? റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നടന്നത് ആരാണോ അയാളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു റിയാക്ഷനിൽ ഓക്സിഡേഷൻ നടന്നത് കാർബണിനാണ്. അതുകൊണ്ട് റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണ്. റെഡ്യൂസിങ് ഏജന്റ് കാർബൺ ആണ്. ഉത്തരം വളരെ കൃത്യമായി തന്നെ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. അപ്പോൾ ഇത്തരം റിയാക്ഷനെ, അതായത് ഒരു സിംഗിൾ റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻസ്, അത്തരം റിയാക്ഷനുകളെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത് അതായത് റിമൂവൽ ഓഫ് ഓക്സിജനും അഡീഷൻ ഓഫ് ഓക്സിജനും സെയിം റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിഡോക്സ് റിയാക്ഷൻ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന ഒരു സെയിം റിയാക്ഷനിൽ നടക്കുന്ന റിയാക്ഷൻസിനെ റിഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കോമ്പൗണ്ട് ഏതാണെന്ന് നോക്കാം. അടുത്തൊരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ CuO ആണ് ഇവിടെ കോമ്പൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. CuO പ്ലസ് H2 ഗീവ്സ് Cu പ്ലസ് H2O. ഓക്കെ, CuO ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റിയാക്ടന്റ് സൈഡിൽ ഓക്സിജൻ ഉണ്ടായിരുന്നു. എന്നാൽ റൈറ്റ് സൈഡിൽ, അതായത് പ്രൊഡക്റ്റ് സൈഡിൽ Cu മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഓക്സിജൻ അതിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതായത് റിഡക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ബിക്കോസ് ഹിയർ റിമൂവൽ ഓഫ് ഓക്സിജൻ ടേക്സ് പ്ലേസ്. അതുകൊണ്ട് അത് റിഡക്ഷൻ ആണ്. ഇനി ഹൈഡ്രജൻ എന്ത് സംഭവിച്ചു? കോപ്പർ ഓക്സൈഡിൽ നിന്നും റിമൂവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ ഹൈഡ്രജനുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടായി. അതായത് ഹൈഡ്രജനിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ് ഹൈഡ്രജന് സംഭവിച്ചിരിക്കുന്ന മാറ്റം. അഡീഷൻ ഓഫ് ഓക്സിജനെ ഓക്സിഡേഷൻ എന്നും റിമൂവൽ ഓഫ് ഓക്സിജനെ റിഡക്ഷൻ എന്നും വിളിക്കുന്നു.
അപ്പോൾ ഈ ഒരു ടോട്ടൽ റിയാക്ഷനെ നമുക്ക് റീഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. റീഡോക്സ് റിയാക്ഷൻ എന്ന് വിളിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ്? നിങ്ങൾക്കൊരു റിയാക്ഷൻ തന്നിട്ടുണ്ടാവും, അതിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നത് ആരാണോ അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. റിഡക്ഷൻ ആർക്കാണ് ഇവിടെ നടന്നിരിക്കുന്നത്? റിഡക്ഷൻ നടക്കുന്നത് കോപ്പറിൻ്റെ ഓക്സൈഡ് CuO ആണ് റിഡക്ഷൻ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് CuO ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ് ഏതെന്നാണ്. റെഡ്യൂസിങ് ഏജൻറ്റ് ആരാണ് എന്നാണ് ചോദിക്കുക. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിക്കരുത്, റിഡക്ഷൻ നടക്കുന്നത് ഒരിക്കലും റെഡ്യൂസിങ് ഏജൻറ്റ് അല്ല. റിഡക്ഷൻ നടക്കുന്നത് ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഓക്സിഡേഷൻ നടക്കുന്നത് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ ഓക്സിഡേഷൻ നടന്നിരിക്കുന്നത് ഹൈഡ്രജൻ ആണ്, അതുകൊണ്ട് റെഡ്യൂസിങ് ഏജൻറ്റ് ഹൈഡ്രജൻ ആണ്. മനസ്സിലായല്ലോ? ഇത് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു റിയാക്ഷൻ തരും, അതിൽ ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ് എന്ന് ചോദിക്കും, റിഡക്ഷൻ നടന്നത് ആർക്കാണ് എന്ന് ചോദിക്കും. അതുപോലെ ചോദിക്കാവുന്ന മറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ്, റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണ് എന്നുള്ളൊരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തൊരു റിയാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു കോമ്പൗണ്ട് നമ്മുടെ റിയാക്ഷനാണ്, അതായത് MnO2 + 4HCl gives MnCl2 + 2H2O + Cl2. ഈ ഒരു റിയാക്ഷൻ CBSE എക്സാമുകൾക്ക് ഇടയ്ക്കിടെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് മാത്രമല്ല, ഇത് കുട്ടികൾക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ കൂടിയാണ്. ഇതിൽ റിഡക്ഷൻ പാർട്ട് ഓക്കെയാണ്, അതായത് MnO2 ഓക്സിജൻ ഉണ്ട്, ആ ഓക്സിജൻ റിമൂവ് ചെയ്തു. അപ്പോൾ റിമൂവൽ ഓഫ് ഓക്സിജൻ ആണ് നടന്നിരിക്കുന്നത്. ഇവിടെ നടന്നിരിക്കുന്ന പ്രോസസ്സ് റിമൂവൽ ഓഫ് ഓക്സിജൻ. സോ റിമൂവൽ ഓഫ് ഓക്സിജൻ ഈസ് നോൺ ആസ് റിഡക്ഷൻ. ഇറ്റ്സ് ഓക്കെ. MnO2 റിഡക്ഷൻ സംഭവിച്ചിരിക്കുന്നു, MnCl2 ആയി. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ റിയാക്റ്റൻറ്റ് സൈഡിൽ MnO2 ഓക്സിജൻ ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ MnClൻ്റെ കൂടിയാണ് കിടക്കുന്നത്, അതായത് അതിൻ്റെ ഓക്സിജൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി HCl എന്താണ് സംഭവിച്ചത്? HCl റിയാക്റ്റൻറ്റ് സൈഡിൽ ഹൈഡ്രജൻ ഉണ്ടായിരുന്നു, ആ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു. റിമൂവൽ ഓഫ് എ ഹൈഡ്രജൻ ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ 2 ടേംസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് അഡീഷൻ ഓഫ് ഓക്സിജൻ, we can add oxygen, that is also known as oxidation. Otherwise oxidation is also known as removal of hydrogen. Removal of hydrogen is also termed as oxidation. So here HCl നിന്നും ഹൈഡ്രജൻ റിമൂവ് ചെയ്തതാണ് ഓക്സിഡേഷൻ ആയിട്ട് കണക്കാക്കുന്നത്. അതേപോലെ റിഡക്ഷൻ ആയിട്ട് കണക്കാക്കുന്നത് MnO2 ഓക്സിജനെ റിമൂവ് ചെയ്തതാണ്. അങ്ങനെ ഓക്സിഡേഷനും കഴിഞ്ഞു, റിഡക്ഷനും കഴിഞ്ഞു. ഇനി നമ്മളോട് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആർക്കാണോ ഈ ഇക്വേഷനിൽ റിഡക്ഷൻ നടന്നത് അയാളാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അങ്ങനെ നോക്കുമ്പോൾ റിഡക്ഷൻ നടന്നിരിക്കുന്നത് MnO2 അതെ, അപ്പോൾ MnO2 തന്നെയാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അടുത്തൊരു ചോദ്യം വരുന്നത് ആരാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്? റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത് അയാളാണ് റെഡ്യൂസിങ് ഏജൻറ്റ്. ഇവിടെ HCl ഓക്സിഡേഷൻ നടന്നത്, അതുകൊണ്ട് ഇവിടെ റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നത് HCl ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 റിയാക്ഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓക്സിഡേഷൻ, റിഡക്ഷൻ എന്നുള്ളൊരു പാർട്ടും ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്താണെന്നും റെഡ്യൂസിങ് ഏജൻറ്റ് എന്താണെന്നും നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ എല്ലാ എക്സാംസിനും, എല്ലാ പബ്ലിക് എക്സാംസിനും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കൂട്ടുകാരെ. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.
നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ തൃശ്ശൂർ പൂങ്കുന്നം സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.